രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ നേർക്കാഴ്ചയായി എയർ ഇന്ത്യ അഭിമുഖത്തിനെത്തിയ യുവാക്കളുടെ നീണ്ട നിര. മുംബൈ എയർ ഇന്ത്യ സംഘടിപ്പിച്ച വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ എത്തിയത് 1.25 ലക്ഷം യുവാക്കളാണ്. 20 കോടി തൊഴിലവസരമുണ്ടാക്കുമെന്ന് മോദിയുടെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കാകുന്ന 10 വർഷക്കാലമാണ് കടന്നുപോയത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോദി ഭരണത്തിൽ രാജ്യം നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയാണ്. 2014 തൊഴിലില്ലായ്മ നിരക്ക് 5.44% 2024 9.2% ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൾ ശരിവെക്കുന്ന രീതിയിലാണ് മുംബൈ എയർ ഇന്ത്യ പ്രഖ്യാപിച്ച വാക്ക് ഇൻ ഇന്റർവ്യൂവിലെത്തിയ യുവാക്കളുടെ തള്ളിക്കയറ്റം. 2216 ഒഴിവുകളിലേക്ക് വിളിച്ച ഇന്റർവ്യൂവിൽ എത്തിച്ചേർന്നത് 25,000-ലധികം പേരാണ്. വിമാനത്താവളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തൊഴിൽ അന്വേഷകരുടെ തള്ളിക്കയറ്റം അധികാരികളിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചത്. 20,000 മുതൽ 25,000 രൂപ വരെ പ്രതിഫലം വാഗ്ദാനം ചെയ്ത ജോലിക്കാണ് യുവാക്കൾ തള്ളിക്കയറിയത്. മണിക്കൂറുകളോളം ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ അപേക്ഷാ കൗണ്ടറിനരികിലെത്താൻ ക്യൂ നിന്ന പലർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. രാജ്യത്ത് അഭ്യസ്തവിദ്യരായവരുടെ തൊഴിലില്ലായ്മ നിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ മോദിയുടെ ഗ്യാരണ്ടി വാക്കുകൾ വീണ്ടും പാഴ്വാക്കായി മാറുന്ന സാഹചര്യമാണ് യുവാക്കളുടെ തൊഴിലിനു വേണ്ടിയുള്ള ഈ തള്ളിക്കയറ്റം കാണിച്ചു തരുന്നത്. കേന്ദ്ര സർക്കാർ തസ്തികകളിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 30 ലക്ഷം വേക്കൻസികളാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.